ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അതായത് ഞാനും എൻ്റെ തലേന്നത്തെ ഇതും പിന്നെ കുറച്ച് ബർത്ത്ഡേക്ക് ഒരുങ്ങിയതും കാണിക്കും. പിന്നെ അതിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ്ങും, ഇത് മൂന്നും കൂടെ മിക്സ് ആയിട്ടുള്ള കേട്ടോ. നല്ല മഴയാണ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്, കാരണം ഇന്നാണല്ലോ നമ്മുടെ ബർത്ത്ഡേ. അപ്പം ഇന്നല്ല, നാളെ. മീനിങ് ഇന്നലെ ആയിരുന്നു എൻ്റെ നാളെ സ്റ്റാർ. അപ്പോൾ അതിന് നമ്മൾ ആഘോഷിച്ചില്ല, പക്ഷേ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെളിയാണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെളി എന്തോ അല്ല, ഇതിന് കാരണം എനിക്കറിയത്തില്ല, അത് മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നുണ്ടോ, ഉറക്കം ആകാറി. അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. പിന്നെ അതിനിപ്പുറം തന്നെ എല്ലാം കൂടെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ. അത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തോ ചമ്മലാണ്ടോ, ഇങ്ങനെ അപ്പുറത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ, മഴ. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഈ പാൻറ്റിന് ഒരു വല്ലാത്തൊരു നിറമാണ് കേട്ടോ. അത് കാരണം എനിക്കറിയില്ല, അത് ചേരത്തില്ല, ഉച്ചക്കിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേക്ക് ബസ്സിൽ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു, നമ്മുടെ കുറച്ച് ബസ്സിലൊക്കെ വരുമ്പോൾ ചോക്ലേറ്റും ടോഫീസും, പിന്നെ കുട്ടികൾക്ക് പേനയും, ടീച്ചേഴ്സിന് റെഡിങ്ങും പേനയും കൊടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണേ. അപ്പോൾ അവൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വോയിസിങ്ങിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് മറ്റേതിന് വോയിസ് കൊടുത്താൽ മതിയായിരുന്നു. അതാണ് കേട്ടോ. പിന്നെ ഇത് എക്സോയുടെ പേന ടീച്ചേഴ്സിനും കുട്ടികൾക്കും കൊടുക്കാറുള്ളത്, അതുതന്നെയാണ് സ്യൂട്ടബിൾ. അപ്പോൾ അതാണ് ട്രെൻഡിങ് ഉള്ളത്, അതുകൊണ്ട് എനിക്കിപ്പം അത് തന്നെ മതിയെന്നാണ് ഒരു ഇത്. അപ്പോൾ മെലഡിയുടെ ചോക്ലേറ്റാണ് വാങ്ങിയത്, 50 എണ്ണം 50 രൂപ, അതായത് ഒരെണ്ണത്തിന് 1 രൂപ വെച്ചിട്ടില്ലേ. അപ്പോൾ ഇതിൽ കണ്ടോ, അത്ര ഗ്രാം അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, ചുമ്മാ വെറുതെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ വൈകിട്ട് ഇത് ഒരു കവറിലാക്കിയിട്ടുണ്ട്. അപ്പം അത്രമേ ഉള്ളൂ അത്. പിന്നെ എക്സോ ഹോസ്റ്റർ പെന്ന് ബ്ലൂ 3 പാക്കറ്റിൽ 10 എണ്ണം വരുന്നത്, അപ്പോൾ 30. ദേണ്ട പിന്നെയും വന്ന് ഫോണിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പോട്ടേസല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 10 പേനയുണ്ട്, 1 2 3 4 5 6 10 പേനയുണ്ട് കേട്ടോ. അങ്ങനെ 3 പാക്കറ്റിൽ 10 എണ്ണം വരുമ്പോൾ പിള്ളേർക്ക് 30. ഒന്ന് ഇവിടെ എടുക്കണം, അത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ എടുത്തില്ല. ഫുള്ളും ചിലവായെന്ന് എല്ലാവരും വന്നിരുന്നു. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. വാട്ടർ കളറിങ് ഉണ്ട് നാളെ, അതായത് ബർത്ത്ഡേയുടെ അന്ന്. പക്ഷെ അന്ന് ഇട്ടില്ല കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും അതിട്ടിട്ടില്ല. പുതിയ വാട്ടർ കളർ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ. അത് കണ്ടില്ലാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടില്ലാതെ വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, കാണാം. ഇതാണ് കേട്ടോ എൻ്റെ വാട്ടർ കളറ്. അപ്പോൾ ഈ വാട്ടർ കളറ് നമ്മൾ വാങ്ങിയിട്ടുള്ളതും ഒക്കെ ഉള്ള വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ ഞാൻ ഇപ്പറയായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെന്താണ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ റൂമിലോട്ട് പോയി അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തി പിടിച്ചോണ്ട് അപ്പോൾ അവർ കാണുമല്ലോ. ഇവിടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ക്ലിപ്സ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. തല തിരിഞ്ഞു പോയി വീഡിയോ, സോറി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഇടുന്നത്. ബർത്ത്ഡേക്ക് ഡ്രസ്സ് പുതിയത് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിനകത്താണ് അതും എടുത്ത് നമ്മൾ കൊണ്ടുപോയി താറയൊക്കെ വെള്ളാതിരിക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവളോട് പതുക്കെ ക്യാമറ ജസ്റ്റ് വെച്ചാണ്, അല്ലെങ്കിൽ അവൾ വന്ന് പിടിച്ചോളും. അവളെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ചക്കര തന്നെ. അപ്പോൾ ഞാൻ അവൾ കാണാത്തൊരു രീതിയിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പുത്തൻ ഷൂവ്. അത്
എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചങ്ങനാശ്ശേരിയിൽ ലെതർ ഹൗസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അതും പിന്നുള്ളത് പിന്നെന്തായിരുന്നു, ഞാൻ ഒത്തിരി ദിവസമായി എടുത്തിട്ട് അതുകൊണ്ട് ഓർമ്മയില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു മെറൂൺ ഡ്രസ്സാണേ. പിന്നെ അവൾ ഫോൺ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടു. അപ്പോൾ ഇതും പിന്നെ എൻ്റെ ഒരു മെറൂൺ ഡ്രസ്സാണേ. പിന്നെ മെറൂൺ ഡ്രസ്സ് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ മറ്റേ എന്തോ പറയുക, ഇത് ക്രോപ്പ് ടോപ്പാട്ടോ. ഒത്തിരി ആലോചിച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ അവളെന്നെ കടിക്കാൻ വരുന്നുണ്ട്. ആദ്യം ഒന്ന് കളിച്ചതിൻ്റെ പോയതേ ഉള്ളൂ, അതിനിപ്പറവേ അടുത്തതും തുടങ്ങി. സോ അങ്ങനെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഡ്രസ്സ്. സോ ഇതാണ് ഞാൻ സ്കൂളിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂളിലിടുന്നത്. അപ്പോൾ ഇതിന് ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാട്ടും കൂടെ ഞാൻ കൊടുക്കാം എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അത് കിട്ടിയില്ല. അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പാട്ടില്ലാതെ തന്നെ ഞാൻ അന്നേരം റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇതൊരു പാൻറ്റാണ്. അപ്പോൾ പാൻറ്റും പിന്നെ വേറെ ഏതാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് കുറേ ബ്ലാക്ക് ബുഷസാണ്. ഇതിൽ ഇങ്ങനെ സിൽവർ സ്റ്റോൺസൊക്കെ വന്നിട്ട് ഉള്ള ബ്ലാക്ക് ബുഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഡ്രസ്സിന് കോമ്പിനേഷനായിട്ടുള്ള ഫുള്ളും ബ്ലാക്ക് ആട്ടോ. നമ്മളങ്ങനെ ആ ഒരു ടീമിലാണ് തുടങ്ങിയിട്ടുള്ളത്. സോ പിന്നെ ഇതൊരു ടവലാട്ടോ. പിന്നെ ഇതിനകത്ത് 3 എണ്ണമാണ് 114 രൂപയുടെയാണ് കേട്ടോ. അതിൻ്റെ ഒരെണ്ണം നമ്മൾ അലക്കിയിട്ടുണ്ട്. അതിന് റിസൾട്ട് വന്നിട്ടുണ്ട്. അത് കോട്ടനാട്ടോ, പ്യുവർ കോട്ടനാണ്. പിന്നെ ദാണ്ട് അവൾ തിരിച്ച് പോയി, എൻ്റെ പുറകിൽ അടിച്ചിട്ട് പോയി. ഇതാണ് കേട്ടോ കമ്മൽ. ഞാനിപ്പോൾ ഇന്ന് വരെ ഇട്ടിട്ട് ഇപ്പം ഞാനിതാണ് കേട്ടോ ഡെയിലി വെയറിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിന് ഏതാണ്ട് 80 അങ്ങനെ ഇച്ചിരി രൂപ ആയതേ ഉള്ളൂ. 20 30 ഇതിന് 50 മുകളിൽ പോകത്തില്ല കേട്ടോ. അത്രയൊക്കെ അറ്റ്ലീസ്റ്റ് 50 വരെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ 50 രൂപയുടെ കമ്മലായിരുന്നു എനിക്ക് തോന്നി. സോ ഇത് സിൽക്ക് കേന്ദ്ര ചങ്ങനാശ്ശേരി, പിന്നെ വേറെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, പിന്നെ എവിടെ കോട്ടയം, അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. തൃശ്ശൂരില്ല, പക്ഷേ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഞാൻ നാളെ കെട്ടാൻ പോകുന്നത്. പക്ഷേ ഇതല്ലായിരുന്നു ഞാൻ കെട്ടിയത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാനിത് കമ്മൽ ആണി പോയി, അപ്പം അത് നോക്കാൻ വേണ്ടി ഇന്ന് കയറി കിട്ടി കേട്ടോ. അതൊക്കെ കിട്ടി. അപ്പം ഞാൻ അതുകൊണ്ട് ഊരി വെച്ചായിരുന്നു. എന്തായാലും നാളെ ഊരണം മറ്റേതും. അതുകൊണ്ട് അത് ഊരി. അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്ലാക്കും കൂടെയാണ്. പിന്നെ പറയണ്ടല്ലോ, ആർക്കെങ്കിലും ചേരുമില്ല. അപ്പോൾ ഈ ഒരു കമ്മൽ കുറച്ചുകൂടെ വലുതെടുത്തിരുന്ന് എങ്ങനെ വട്ടത്തിലിരുന്നേനെ. അത് മഹാവൃത്തികേടായനെ എന്ന് പറഞ്ഞാൽ ഒട്ടും വൃത്തിയില്ലാതാവും. സോ അതാണ് കേട്ടോ അത് ഇടാഞ്ഞത്, അത് വാങ്ങാഞ്ഞത്. പിന്നുണ്ടായിരുന്നത് എന്തായിരുന്നു, പിന്നെ അത്രയേ ഉള്ളൂ. അത് നമ്മൾ കയറ്റിയാണ് വെച്ച്. അതും ഞാൻ എന്തിനാണ് കാണിച്ചത്, ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണല്ലേ. പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് അവൾക്ക് ചക്കരയ്ക്ക് ഡ്രസ്സ് ഇങ്ങനെ എടുത്തായിരുന്നു കേട്ടോ. 3 ഡ്രസ്സ്. ഒരെണ്ണം നമ്മൾ ഇത് പേർപ്പിളാട്ടോ, വാട്ടർമെലൺ, സ്വീറ്റ് വാട്ടർമെലൺ കണ്ടോ. സോ സ്വീറ്റ് വാട്ടർമെലൺ എന്നാണെന്ന് തോന്നുന്നത് കേട്ടോ. വാട്ടർമെലൺ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അതെന്തായിരുന്നു ഞാൻ സ്പെഷ്യൽ വാട്ടർമെലനോ അങ്ങനെയാണ് കേട്ടോ. തിരിഞ്ഞാണ്. സെൽഫി സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ. സെൽഫ് ക്യാമറ ആണ് യൂസ് ചെയ്തത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇതിനകത്താണ് ഷൂ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ലെതർ ഹൗസ് എന്നാണ് ഷൂ വാങ്ങിയെന്ന് കണ്ടോ. ലെതർ ഹൗസ് എന്നാണ്. അപ്പം അങ്ങനെ ലെതർ ഹൗസിൻ്റെ ആ ഒരു കൂടിനകത്ത് തന്നെ നമ്മുടെ ലെതർ ഹൗസിൻ്റെ കൂടിനകത്ത് തന്നെ നമ്മൾ ആ ഒരു ഷൂ ഇട്ട് വെച്ചു. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ സ്കൂളിൽ പോകുമ്പം എടുക്കാമല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ കൂടിലാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് മാലയാണ്. മാലയല്ല, ഇതെന്താ ബ്ലാക്ക് ആയതുകൊണ്ട് ഒന്ന് കൺഫ്യൂഷനായിപ്പോയി. സോ അതാണ് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് മാല നമുക്ക് എടുത്തുകൊണ്ട് വരാം. മാല എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യാമറയിലേക്ക് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക്
കാതിൽ ഇടാനുള്ള കമ്മൽ എടുക്കുക. സോ കമ്മലെടുത്തതിന് ശേഷം ഇത് കണ്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത് എൻ്റെ ആ ഒരു ഹെയറിൻ്റെ അവിടെ വൈഡായിരുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ഉള്ളിനീര് തേച്ചതാണ് കേട്ടോ. പക്ഷെങ്കിൽ അതിലും ഡിഫറൻസ് എനിക്ക് ഇന്നുണ്ട്. സോ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഉള്ളിനീര് 3-4 ദിവസം ഒരാഴ്ച അടുത്ത തേക്കാറായി. ഇപ്പോൾ എനിക്ക് ആ ഒരു കുഞ്ഞു ഹെയർസ് വരാൻ ഞാൻ അതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ടക്കേന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു, ഇതൊക്കെ ഞാൻ തന്നെ മറന്നുപോയി തോന്നുന്നു സത്യത്തിൽ. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. എനിക്കിതിൻ്റെ റിവ്യൂ തന്നെ പറയാമല്ലോ. സോ ഇതിന് ഏതാണ്ട് 150 രൂപയോളം ആയിക്കൊണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തത് സ്റ്റുഡിയോയിൽ നിന്നാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര റേറ്റ്. സോ ഇതൊരു ബ്ലാക്കും ഒരു വൈറ്റ് സ്റ്റോൺ വരുന്നൊരു പൊട്ടും ബിന്ദിയും എടുത്തു. ഇത് മേക്കപ്പ് സെറ്റാട്ടോ. ഐ ഷാഡോ മാത്രം ജസ്റ്റ് ഒന്ന് ഗ്ലിറ്ററിങ് ആകാൻ വേണ്ടി ഐ ഷാഡോ ഇടാൻ വേണ്ടിയാണ് ഈ ഒരു പാലറ്റും എടുത്തത്. സോ ക്യാമറ അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ എന്നെ കാണാം, ഇതിനകത്തോട്ട് നോക്കിയാൽ നിങ്ങളെയും കാണാം. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നീട് ഇതിങ്ങനെ തുറക്കേ, ഇതിങ്ങനെ 2 സൈഡിലോട്ട് ഇങ്ങനെ നീക്കുന്നുണ്ട്, പിങ്ക് അങ്ങനെ എല്ലാ കളറും. പിന്നെ ഇത് ഗ്ലിറ്ററിങ് ഇങ്ങനെ ഗിൽറ്ററായിട്ടുള്ള കോമ്പാക്റ്റും അല്ലാതെ നോർമൽ ഗ്ലിറ്ററൊന്നും ഇല്ലാത്ത നോർമൽ കോമ്പാക്റ്റ്. ഇവിടെ ഇത് കണ്ടോ, പർപ്പിൾ, പിങ്ക്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, പിന്നുള്ളത് ഡാർക്ക് പിങ്കും ബ്രൗണും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ലിപ്പിൽ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം. അപ്പോൾ ഇതെല്ലാം കൂടെ അല്ല കേട്ടോ, ലിപ്സ്റ്റിക്ക് ഇടത്തില്ല, ജസ്റ്റ് അപ്പം ഇന്നാണ് കേട്ടോ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ. സോ ഇന്നും ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് ആൻമേരിയുടെ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് ഇന്നാണ് തന്നത്. അതായത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അവൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലതുകൊണ്ടാണ് അപ്പോൾ അവൾ എനിക്ക് എങ്കിലും കൊണ്ട് തന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെയാണത് നോക്കാം. അപ്പം ഞാൻ അവിടെ ആരോ വന്ന് അപ്പോൾ കട്ട് ചെയ്ത വീഡിയോ അവിടെ നമുക്ക് ഇനി നോക്കാം. ഇതൊരു ടെക്നോ ടിപ്പിൻ്റെ ഒരു പേന. ഇതുകൂടെ ആകുമ്പോൾ എനിക്ക് 3ാമത്തെ പേനയാണ് തോന്നുന്നത് എനിക്ക് കിട്ടിയ ഒരെണ്ണം. എനിക്ക് കൊണ്ടിട്ടാണ് പിന്നെ നീയ തന്നതോ പിന്നെ ഇവള് തന്നത് ആൽമേരിയ തന്നത്. പിന്നെ എനിക്ക് ഫേവറേറ്റ് ഞാൻ സ്കൂളിൽ നിന്ന് നോക്കി, അതുകൊണ്ടാണ് എൻ്റെ റിയാക്ഷനിൽ ഒരു ഇല്ലാത്ത എനിക്ക് ചേരുന്നുണ്ട് കേട്ടോ. ഭയങ്കര വൈറ്റ്, കുറച്ച് വലുത് എങ്കിലും പൊട്ടസല്ല എനിക്ക് അതെങ്കിലും തന്നു. ഒരു ഭയങ്കര ബിഗ് താങ്ക് യു ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ കാണുന്നെനിക്ക് അവളോട് ഒത്തിരി താങ്ക് യു ഉണ്ട്. പിന്നുള്ളത് ഒരു ബൂഷാണ്, പക്ഷേ ഇതിൻ്റെ മുടിയിൽ കയറില്ല, എങ്കിലും പോട്ടെ തന്നല്ലോ അല്ലേ. ഇത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ബർത്ത്ഡേക്ക് വേറൊരു കൂട്ടുകാരി, അതായത് ഫെമിയ കൊടുത്താണ്. അപ്പോൾ അവൾ കൊടുത്തിട്ട് അവൾ അതെനിക്ക് തന്നു. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ക്യൂട്ടാണല്ലേ, ഫ്ലവേഴ്സിന്. ഞാനിതെന്തായാലും എൻ്റെ ഒരു ബുക്കിലോട്ടേക്കും. സോ അത്രമേ ഉള്ളൂ അതിൽ. പിന്നെ ഉള്ളത് അവളുടെ കയ്യിൽ പണ്ടോട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ അവളുടെ പണ്ടോട്ടി ഉണ്ടായിരുന്നതാണ്, അതെനിക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. പണ്ടല്ല, കഴിഞ്ഞ വർഷം. സോ അതൊരു മിക്കി മൗസിൻ്റെ ആയിരുന്നു. മിക്കി മൗസ് ആയിരുന്നു, മിനി മൗസ് ആയിരുന്നു. മിനി മൗസും മിക്കി മൗസും ഒന്നാണ് കേട്ടോ, അല്ലേ? അതെനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ്. സോ അത്രമേ ഉള്ളൂ ആ ഒരു ഗിഫ്റ്റ്. പിന്നെ അത് കൊട്ട നിറച്ച് ബർത്ത്ഡേ അന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. കൂടുതലും ഡയാന എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്, അവളാണ് ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് എടുത്ത് വെക്കാം. അപ്പം ആദ്യം തന്നെ ഇത് എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അമ്മ വഴക്ക് പറയും. സോ ഇത് നമ്മളിങ്ങനെ നിരത്തിയിട്ടാൽ അവളെ ചക്കര വന്നിട്ട് അതും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ്. പിന്നെ അത് അതിൻ്റെ ഒരു ചരട്,
പിന്നെ ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയറ്റി വെച്ചു. എന്നിട്ട് അടുത്ത ഗിഫ്റ്റ് ഇനി തൊട്ട് പാട്ടാട്ടോ. ഞാനിനി ആര് തന്നൊന്നും പറയുന്നില്ല. ഇതിനകത്ത് നിയ, ലിയോണ, നേഹ, ഡയാന, അമീന ആൻഡ് അനുഷ ഇത്രയും പേര് തന്നാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അത്രമേ ഉള്ളൂ. ഇനി പാട്ട് കാണുക. ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ്. പിന്നെ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇത്രമേ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പം എങ്കിലും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയി. പിന്നെ ഇതൊരു ഇങ്ങനെ ഇങ്ങനെ പീൽ ഓഫ് ആകുന്നൊരു സ്റ്റിക്കറാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു ഡേന, അനുഷ, അമീന, ലിയോണ, നിയ. സോ ഇവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഡയാനസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പിന്നീട് അത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു 3 കാര്യമുണ്ട്. ഒന്ന് പാട്ടുള്ളൊരു ബർത്ത്ഡേയുടെ തലേന്നും ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഇടാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ പാട്ട് വെച്ചിട്ട് സെറ്റാക്കി. പിന്നെ എനിക്ക് സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഇവിടെ ബൈ.